താങ്കൾക്കെതിരെ കേസ് എടുക്കുന്നതിൽ ഒരു തടസ്സവുമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞല്ലോ. വെള്ളിയാഴ്ച ദിവസമായിട്ട് നീ എന്നെ വെല്ലുവിളിക്കുന്നോടി. എന്തുകൊണ്ടാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല? പോലീസുകാർക്ക് എഫ്ഐആർ അട്രാക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എഫ്ഐആർ ഇടാം എന്ന് കോടതി പറഞ്ഞല്ലോ. എന്റെ മുമ്പിൽ പൊട്ടങ്കളി കളിക്കരുത് ആണ് പറയുന്നത്. എഫ്ഐആർ ഇടാന്നല്ല പറഞ്ഞത്, അന്വേഷിച്ച് ഇൻസ്ട്രക്ഷൻ വെച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ ടെക്നിക്കൽ വ്യത്യാസമുണ്ട്. ഇനി വനിതാ കമ്മീഷനും കൂടെ പ്രഷറൈസ് ചെയ്യുന്നതുകൊണ്ട് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുമായിരിക്കും, സംശയമൊന്നുമില്ല. പക്ഷെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്താൽ ചാനലുകൾ പറയും വെർബൽ റേപ്പിന് വേണ്ടി രാഹുൽ ഈശ്വർ അകത്ത് പോയിന്ന്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ചിലപ്പോ ഞാൻ ഒരാഴ്ച ജയിലിൽ രാഹുൽ ഈശ്വർ ഇങ്ങനെ വീരവാദം പറയരുത്. രാഹുൽ ഈശ്വർ അന്ന് പ്രതികരണം നടത്തുന്ന ഘട്ടത്തിൽ പറഞ്ഞു എന്റെ കേസ് ഞാൻ തന്നെ വാദിക്കും എന്ന്. രാഹുൽ അല്ലല്ലോ വാദിച്ചത്, രാഹുൽ വേറെ അഭിഭാഷകൻ പോയി. അതിരിലിടോ എന്തുവാന്നോ? ഇതെന്താ ഡൽഹിയാ ബോംബെയാ? അതിലൊന്നും തെറ്റില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ വീരവാദം പറയുന്നത് രാഹുൽ? അല്ലല്ല, അയ്യോ ഒരിക്കലും അല്ല വാദം. രാഹുൽ ഈശ്വർ പറയുന്ന വാദങ്ങളെല്ലാം ജയിച്ചിട്ടേ ഉള്ളൂ. അത് 4-1 സുപ്രീം കോടതി വിധിക്കെതിരെയാണെങ്കിൽ പോലും. കുഞ്ഞുട്ട കണ്ടാൽ ആള് പാവാ, കിടഞ്ഞ കിരിക്കാടൻ ജോസിന്റെ അപ്പന. രാഹുൽ ഈശ്വർ കഴിഞ്ഞ ശനിയാഴ്ച അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ വഴി കൊടുത്തത് എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ബർത്ത്ഡേ പാർട്ടി കളഞ്ഞിട്ട് വരാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് കൂടിയാണ് ഞാൻ അഡ്വക്കേറ്റ്. ശരി, വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അത് വിട്ടേക്കാം. രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് സ്ത്രീ സംരക്ഷണം, ഇവിടെ പുരുഷ സംരക്ഷണം വേണം, ഇവിടെ വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വേണമെന്ന് താങ്കൾ പറയുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത എന്താണ് എന്ന ബോധ്യമാകാത്തത് കൊണ്ടാണോ? അത് ഉത്തരം പറ. ഭരണഘടനയിൽ തുല്യത സംബന്ധിച്ച് അതിൽ കൃത്യമായി വ്യക്തമാക്കുന്നില്ലേ? സ്ത്രീകൾക്ക് ഉള്ളതുപോലെ പുരുഷന്മാർക്കില്ല എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കാണോ ഇവിടെ എല്ലാ തരത്തിലുള്ള തുല്യതയും ലഭിച്ചിട്ടുള്ളത്? സത്യം പറ. ഒരിക്കലുമല്ല, സ്ത്രീകൾക്ക് തന്നെയാണ് ഇപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത്. പക്ഷേ BBC അടക്കം കോട്ട് ചെയ്തൊരു റിപ്പോർട്ടിൽ 53.2% ഫോൾസ് റേപ്പ് കേസുകൾ അടക്കം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ KG ബാലകൃഷ്ണൻ ഞങ്ങൾ സ്ത്രീകൾക്ക് പരിചകൾ കൊടുത്തു, പക്ഷെ ചിലരെങ്കിലും വാളായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുൽ സുഭാഷിന്റെ ആത്മഹത്യ അടക്കം സുപ്രീം കോടതിയുടെ പരിധിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി, സ്മൃതി മാഡത്തിന്റെ പരിപാടി സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നേ വരെ ഒരിക്കൽ പോലും നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുക്ക സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന് മാഡമോ നിവിൻ പോളിയുടെ വാർത്താ സമ്മേളനം മുഴുവനായി തത്സമയം കൊടുക്കുകയും ആ കേസ് വ്യാജമാണ് എന്ന ബോധ്യത്തിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ് ഈ റിപ്പോർട്ടർ ചാനൽ. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഞാൻ വായിച്ച ഘട്ടത്തിലായിരുന്നു വാർത്താ സമ്മേളനം നടന്നത്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ വ്യാജ പരാതികളും വ്യാജ ആരോപണങ്ങളുമായി വന്ന ആളുകളെ പൊളിക്കുന്ന ചർച്ചകൾ റിപ്പോർട്ടർ ചാനൽ നടന്നിട്ടുണ്ട്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? പ്രതിമാണോ ഇപ്പം പറഞ്ഞാ മതി. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതാണെന്ന് തെളിഞ്ഞല്ലോ, ആ സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന്. അല്ല, ആ സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന വിഷയമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. താങ്കൾ ഇതുവരെ ഹണി റോസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയത്തിലേക്ക് വരൂ. താങ്കൾ ഓരോ ഘട്ടത്തിൽ ദിലീപ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അനുകൂലിയായി വന്നിരിക്കുന്നു. താങ്കൾ അന്ന് പറഞ്ഞ ഒരു വാചകം ഞാൻ പറയാം. ഒരു മിനിറ്റ്, അന്ന് പറഞ്ഞ ഒരു വാചകം പറയാം. രാഹുൽ ഒന്ന് കേൾക്കൂ. താങ്കൾ അന്ന് പറഞ്ഞത് ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം എന്നാണ് താങ്കൾ പറഞ്ഞത്. എല്ലാം ഇയാൾക്കറിയാം. 99% മലയാളികളും രാഹുൽ ഈശ്വറിനൊപ്പമാണ് എന്നാണ് രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞത്. 99% മലയാളികളും. ആ വാചകത്തിൽ നിന്നും താങ്കൾ പിന്നാക്കം പോകുന്നുണ്ടോ ഇല്ലയോ? അയ്യോ, അങ്ങനെയല്ല. റിപ്പോർട്ടർ TVയുടെ അടക്കമുള്ള ഏറ്റവും പ്രമുഖമായ ചാനലാണ്. നിങ്ങളുടെ നിലപാട് പോസിറ്റീവ് പ്രോഗ്രസീവ് എന്ന് വിളിക്കുന്ന നിലപാട്, നമ്മളെ ഡോക്ടർ ചിന്താ ജെറോമിനടക്കിയ ആ പ്രോഗ്രസീവ് നിലപാടാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ കൺസർവേറ്റീവ് ആണ്. അതായത് ഈ പ്രോഗ്രസീവായ ലിബറലായ എല്ലാ ചാനലുകളുടെയും താഴെ വരുന്ന മെസ്സേജുകൾ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് ഒരു ലിമിറ്റഡ് പോയിന്റ് ആണ്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ഒരു ബാലൻസ് വേണം. ഞങ്ങൾക്കൊരു ഫൈറ്റിംഗ് സ്പേസ് തരണം. ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ള ഒരു സ്പേസ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ആരാണ് ഞങ്ങൾ? ഈ ഞങ്ങൾ എന്ന് പറയുന്നതിൽ ദിനുവയിലും അഡ്വക്കേറ്റ് MR അഭിലാഷും ഒന്നും പെടാത്തത് എന്തുകൊണ്ടാണ്? ദിനുവയിലും ലിബറലും പ്രോഗ്രസീവും ഫെമിനിസ്റ്റും ഒക്കെ അല്ലേ? രാഹുൽ ഈശ്വർ റൈറ്റ് കൺസർവേറ്റീവ് ആണ്. അളിയൻ തമാശ പറയരുത്, കരഞ്ഞു പോകും. പോലുള്ള കുറെ വലത് കൺസർവേറ്റീവുകളും ഈ നാട്ടിൽ ജീവിക്കും. പിന്നെ താങ്കൾ ഈ പറയുന്ന ഫേസ്ബുക്കിലും
യൂട്യൂബിലും താഴെ വരുന്ന കമന്റുകളാണ് കേരളത്തിലെ 99% എന്ന് താങ്കൾ എങ്ങനെയാണ് ധരിക്കുന്നത്? അല്ല മാഡം, അത് സാമ്പിൾ സർവേ എന്നാണ് അതിനെ പറയുന്നത്. അതൊരു ചെറിയ സാമ്പിൾ സർവേ മോഡലാണ്. ബ്രില്യന്റ്, ആള് കൊള്ളാമല്ലോ. അപ്പോൾ താങ്കൾ പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തിനൊപ്പം ഒപ്പം തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം എന്ന നേരത്തെയുള്ള നിലപാടിൽ തന്നെ ഇപ്പോഴും തുടരുന്നു. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾക്ക് ശേഷവും താങ്കൾ ആ നിലപാടിൽ തുടരുന്നു അല്ലേ? ഈ വിധിന്യായം കുഞ്ഞികൃഷ്ണൻ സാറിന് ഞാൻ മനഃപ്പാടമാക്കി, നിയമ വിദ്യാർത്ഥിയും അഡ്വക്കേറ്റ് എന്ന നിലയിലും. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അതിൽ വസ്ത്രധാരണത്തെ കുറിച്ച് പരാമർശം എന്തായാലും ഇല്ല. അപ്പിയറൻസ് എന്ന് ആദ്യം ഒരു വാക്കുണ്ട്, അതിനുശേഷം ബോഡി ഷെയ്മിംഗ് പോലുള്ള കാര്യങ്ങളാണ് വന്നത്. ഞാൻ ഒരിക്കലും ഹണി റോസിനെ ബോഡി ഷെയിം ചെയ്യില്ല. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്റെ പരാതി അല്ലെങ്കിൽ എന്റെ സബ്മിഷൻ മാഡം കണ്ടു കാണും. ആദ്യം എഴുതിയിരിക്കുന്നത് ഹണി റോസ് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖയായ ഒരു അഭിനേത്രിയാണ്, എനിക്ക് വലിയ ബഹുമാനമാണ്, ആദ്യം തൊട്ട് അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ കേട്ടു എന്നാണ്. ഇതാ ഒരു കുഴപ്പം, ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. ഞാൻ കയ്യിൽ ഗാന്ധിയെ പച്ച കുത്തുന്നവരാണ്. ഞാൻ വിമർശിക്കുന്നെങ്കിൽ നേരിട്ട് വിമർശിക്കും, അഭിനന്ദിക്കണമെങ്കിൽ നേരിട്ട് അഭിനന്ദിക്കും, അല്ലാതെ വളഞ്ഞ വഴി ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഒന്നും ചെയ്യില്ല. ഞാൻ അത്രക്കാരൻ നിന്റെ അച്ഛനെങ്ങാനും ബോച്ച ചെയ്തത് തെറ്റാണ്. ബോച്ചയ്ക്ക് മാലയിടാൻ പോകുന്നത് തെറ്റാണ്. പക്ഷേ ബോച്ച എന്ന 25-30 വർഷമായി നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന, ഒരുപാട് സേവനങ്ങൾ ചെയ്ത, ആയിരക്കണക്കിന് ആൾക്കാരെ സഹായിച്ച മനുഷ്യനെ ഒരു വാക്കുപിഴയുടെ പേരിൽ നിങ്ങൾ തളച്ചിടരുത്. അതായത് നമ്മുടെ പ്രധാന എതിരാളി അദ്ദേഹത്തെ പോലെ ഒരുപാട് സേവനം ചെയ്ത മനുഷ്യനെ കരിവാരി തേക്കരുത്. അങ്ങനെ തേക്കുകയാണെങ്കിൽ ബോച്ചയ്ക്ക് ഒരു വാക്കേ തെറ്റിയിട്ടുള്ളൂ. മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ ബെഞ്ചിലേക്കാണ് അല്ലേ? അതെ, 100%. അദ്ദേഹം ഇനി എനിക്കെതിരെ വിധിച്ചാലും ഈ ബഹുമാനം ഉണ്ടാകും. ഒരിക്കലേ കോടതി വിധി ഞാൻ ലംഘിച്ചിട്ടുള്ളൂ, അത് സുപ്രീം കോടതിയുടെ ശബരിമല വിധിന്യായത്തിലാണ്. അത് മറ്റൊരു കോണ്ടെക്സ്റ്റ് ആണ്. ഇല്ലെങ്കിൽ കോടതിയുടെ വെളിയിൽ നിൽക്കുന്ന ആൾക്കാരെ പോലും സാറെന്ന് വിളിക്കുകയും വെളിയിച്ചിരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. കണ്ടാ പറയില്ല, ഒരു മാറ്റുമില്ല. ഒരിക്കൽ ശരിയാണ്, സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം ലംഘിച്ച് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു, എന്നെ അറസ്റ്റ് ചെയ്തു. ഇല്ലെങ്കിൽ കോടതി പറയുന്നതിന് അടിമ കിടക്കാൻ ഞാൻ തയ്യാറാണ്. നീയാളൊരു മഹാനായി മാറി. അതെ, എനിക്കിന്ന് കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വിധിയോടെ കുറെ കൂടെ ബാലൻസ് ആയി. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാണ്. പക്ഷേ ഈ സാമൂഹിക വിമർശനം തുടരും. അത് വനിതാ കമ്മീഷൻ അടക്കമുള്ള സതീദേവി മാഡം തീർച്ചയായിട്ടും എന്നെ അവർക്ക് ഭീഷണിപ്പെടുത്താം. കാര്യം ആണുങ്ങൾക്ക് ആരും പറയാനില്ല എന്നുള്ളതും, പറഞ്ഞു കഴിഞ്ഞാൽ 2 വയസ്സും 3 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ റേപ്പ് ചെയ്യപ്പെടുന്നതും ഈ വസ്ത്രധാരണത്തിന്റെ പേരിലായിരിക്കും അല്ലേ? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഇത്തരം പെർവേർട്ടുകൾ പോലും ഈ സമൂഹത്തിലുണ്ട്. ആൺ പെൺ ലൈംഗികതകൾ വേറെയാണ്. അതായത് പുരുഷന്റെ സെക്ഷൽ സ്റ്റിമുലൈ പ്രൈമറിലി കണ്ണിലാണ്, സ്ത്രീയുടെ കൂടുതൽ മെന്റലാണ്, ന്യൂറോളജിക്കലാണ്. ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങളുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയമായി ശരീരം മൂടി സ്ത്രീകൾ അങ്ങ് നടന്നാൽ മതി. ശാസ്ത്രീയമായി ഒരു മിതത്വം എല്ലാവർക്കും വേണമെന്നേ പറഞ്ഞു. ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണ്ടി വരും. മനസ്സിലായില്ല. ഞാൻ ആ തള്ളെ കൊല്ലു, ബാക്കിയൊക്കെ വക്കീലിന്റെ അടുത്താ.